നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആര് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുഖ്യമന്ത്രിയാകാം എന്നുള്ള കരുക്കളുടെ നീക്കമാണ് കാണുന്നത്. ഈ മണ്ടന്മാരോടൊക്കെ പറയുന്നത്, കോൺഗ്രസ്സുകാരെയൊക്കെ മണ്ടെന്ന് പറഞ്ഞപ്പോൾ തല്ലുള്ള മണിയാണ്, പക്ഷേ ചെയ്യുന്ന മണ്ടത്തിലാണ്. നിങ്ങൾ ഗുജറാത്തിലേക്ക് നോക്ക്. ഗുജറാത്തിൽ ഗോദ്ര സംഭവം ഉണ്ടായി, തീവണ്ടി കത്തിച്ചു, 100 കണക്കിന് ആൾക്കാരെ കൊന്നു, കത്തിച്ചു. അതിൽ 2 പോയിന്റ് ശ്രദ്ധിക്കാതെ പോയി. കോൺഗ്രസ് വിഡ്ഢികളെ നിങ്ങൾ 2 പോയിന്റ് ശ്രദ്ധിക്കാതെ പോയി. അവിടെ നാനാവധി കമ്മീഷൻ കമ്മീഷൻ വന്നിട്ടൊന്നും വല്ലതും തീരുമാനം ഉണ്ടായോ? നിങ്ങൾക്ക് ലാലു പ്രസാദ് യാദവിനറിയോ? ഇന്നത്തെ ലാലു അല്ല, അന്നത്തെ ലാലു. അന്ന് 24ഓളം രാജ്യസഭയിൽ ലോക്സഭയിലൂടെയും അംഗങ്ങളുടെ ശക്തനായ മുടിചൂടാമന്നായിരുന്നു. തികച്ചും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടി രൂപീകരിച്ച് കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് എളിവനായ മൊയ്തീൻ ഷാ ആയിരുന്നു. അന്ന് കെ ഗോപാലൻ, അരങ്ങിൽ ശ്രീധരൻ, പി വിശ്വംഭരൻ, മതിരി സാഹിബ്, സുവർണകുമാർ, അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരെ ഒരുപാട് ആൾക്കാരുടെ സംസ്ഥാന പ്രസിഡന്റാകാൻ വേണ്ടി പോയി അവിടെ ക്യാമ്പ് ചെയ്തു. എന്നാൽ ഞാൻ അതുവേണ്ടി പോയില്ല. കാൻഷിറാമിൻ്റെ കാലത്ത് ഞങ്ങൾ എൻ്റെ ഗുരു എന്ന നിലയിൽ ഒരുപാട് ഡൽഹി യു-പിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിന് വേണ്ടി പോയില്ല. ഞാൻ കെ ഗോപാലിനെ പ്രസിഡൻ്റാക്കി ഞാൻ വൈസ് പ്രസിഡന്റ് ലിസ്റ്റ് ഞങ്ങൾ അയച്ചത്. 1 മാസം കഴിഞ്ഞ് എൻ്റെ പേര് ലിസ്റ്റ് എടുത്തു. അതിൽ 2 കാരണം. ഒന്ന്, ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി 10 വർഷം പ്രവർത്തിച്ചുള്ള ഒരു പാരമ്പര്യമുണ്ട്. അതുകൂടാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വാമി ബാലകൃഷ്ണാനന്ദ സ്വാമി, അദ്ദേഹം ഡൽഹിയിൽ എനിക്ക് വേണ്ടി, കാരണം ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ ആ പോരായി അദ്ദേഹം തീർത്തു. അങ്ങനെയാണ് വന്നത്. ഞാൻ പറയാൻ കാരണം, അപ്പോൾ റെയിൽവേ വകുപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി 4-5 വർഷം കൊണ്ട്. റെയിൽവേ മന്ത്രിയായിരുന്നല്ലോ അദ്ദേഹം. അതിൽ 2 സംഭവം പറഞ്ഞത്. ഒന്ന്, ഈ കോച്ചിലേക്ക് താഴെ നിന്ന് വലിയ ടിന്നിൽ പെട്രോളോ വെള്ളം എന്തോ കോച്ചിലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചാൽ 10% പോലും അതിനകത്ത് വീഴായി പുറത്തേക്ക് പോകുള്ളൂ. സ്റ്റെപ്പ് എടുക്കാതെ താഴെ നില കൊടുക്കുന്നത്. അപ്പോൾ 90% പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കത്തിപ്പെടില്ല. അതൊരു പോയിന്റ്, നോട്ട് ദി പോയിന്റ് പറയും. മറ്റൊന്ന്, 2500ഓളം തീവ്രവാദികളും ജിഹാദികൾ അവിടെ ആക്രമിക്കാമെന്ന് പറഞ്ഞേ. ആ വണ്ടിയിൽ ഏതാണ്ട് 2500 പേരുണ്ടായി. ആ തീവണ്ടി കോച്ച് കംപ്ലീറ്റ് യാത്ര പോകുന്നല്ലേ, ഉത്സവത്തിലേക്ക് പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവില്ലേ. അപ്പോൾ 2500ഓളം യാത്രക്കാരുണ്ടായി ആ തീവണ്ടിയിൽ. അതും സംഘപരിവാറിൻ്റെ ആൾക്കാർ മാത്രം, വേറെ ആരുമില്ല, പുറത്ത് ഹിന്ദുക്കളും ഇല്ല, സംഘപരിവാർ മാത്രമേ ഉള്ളൂ. അവരുടെ പ്ലാനാണല്ലോ. അത് 2500 ജിഹാദികൾ ആക്രമിക്കാൻ മറ്റും ഒരു പോലും ഇവിടെ ഏറ്റിട്ടില്ല. അതങ്ങനെ സംഭവിക്കുമോ? ഈ 2 കാര്യം ശ്രദ്ധിക്കാതെയാണ് വിധി പ്രഖ്യാപിച്ചും ദഗാതെ കിട്ടും. അവിടെ കളിച്ചും ഇസ്രായേലാണ്. ഇസ്രായേലിലെ ബുദ്ധിയാണ് അത്രയും ബുദ്ധി. ഇന്ത്യക്കാർക്കും ഇന്ത്യയുടെ ബുദ്ധി 2 തരമാണ്. നശീകരണമുണ്ട്, നിർമ്മാണാത്മകമുണ്ട്. അത് ഇന്ത്യക്കാർക്ക് അത്രയൊന്നും ഉണ്ടാവില്ല, ഇസ്രായേൽ മാത്രമാണ്. അത് ചെയ്ത് എത്ര നീചമായി ആര് കണ്ടാലും മനസ്സ് തകർന്നു പോയില്ലേ. 100-150 ആളെ കത്തിച്ചാരായിട്ട് ഗുജറാത്ത് മുഴുവൻ കൊണ്ടുവന്നാൽ ഈ മനുഷ്യപ്രകൃതിപ്പെട്ട ആരെങ്കിലും അത് സഹിക്കുമോ? അങ്ങനെയല്ല മോഡിച്ച് കയറിയത്. പ്രധാനമന്ത്രി അതൊക്കെ നിങ്ങൾക്കറിയോ? അന്നത്തെ ലഹളയിൽ നിങ്ങൾ കോൺഗ്രസ് നേതാവുണ്ടല്ലോ, അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കോൺഗ്രസ്സുകാർ അറിയിച്ച് ഗുജറാത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം കൈമലർത്തി. സംഘപരിവാർ അനുഭവികളായിരുന്നു. അന്ന് അവസാനം മോഡിജിയെ വിളിച്ചപ്പോൾ മോഡി ചോദ്യം ചോദിച്ചു പറഞ്ഞത്, എവിടെ താൻ ഇപ്പോഴും ചത്തില്ലെന്ന്. കൊല്ലാനുള്ള ആസൂത്രമാണല്ലോ. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ സംഭവം. കേരളത്തിൽ കോൺഗ്രസ്സുകാരെ, UDF-കാരെ, ലീഗുകാരെ നിങ്ങളുടെ കാര്യം, കേരളത്തിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇസ്രായേൽ ലോബി കാസും കീസും കൂസൊക്കെ ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ സപ്പോർട്ടോടി അടുത്ത പ്രാവശ്യം കൂടി എങ്ങനെ LDF-ന് അധികാരത്തിൽ വരുത്താനുള്ള, അല്ല BJP അധികാരത്തിൽ വരുത്താനല്ല, അതടക്കില്ല എന്നറിയാം. അടുത്ത പ്രാവശ്യം കൂടി LDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ UDF എന്നുള്ള പ്രസ്ഥാനം
അത് പോയി. അസാസിനേറ്റ് എന്നൊക്കെ പറയില്ലേ, രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ആ സംഭവത്തിൽ വാർത്ത കൊടുത്താണ് അസാസിനേറ്റ്, ആവിയായി പോകും. പിന്നെ വരുന്നത് രണ്ട് കക്ഷിയുള്ളൂ, LDF നടക്കുന്ന ഇതും BJP നയിക്കുന്നത് വേറൊന്നും. അതോടെ LDF ഇതെല്ലാം നശിച്ചു പോകും. അത് കാരണം LDFിൻ്റെ യൂണിറ്റ് എല്ലാം BJPയുടെ ഓഫീസായിട്ട് വരികയും ചെയ്യും. ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് മുഴുവൻ നടക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല, എങ്കിലും അവർ പ്ലാൻ തെറ്റാറില്ല. അത്ര വെൽ പ്ലാൻഡാണ് സംഘപരിവാറിൻ്റെത്, അവരുടേത്. സംഘപരിവാറിനല്ല, 264 രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള സംഘപരിവാർ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പരിധിക്ക് ശരിയാണ്. ആ സംഘം ഒരു കാര്യം പറഞ്ഞിട്ടോ, ഗംഗാജലം ശുദ്ധീകരിക്കാൻ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. ഇപ്പം മോഡിജിയും പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ UP മുഖ്യമന്ത്രി വന്ന ശേഷം ചെയ്തത് അതൊക്കെ തെറ്റാണ്. ഗംഗാജലം ശുദ്ധീകരിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി 100 കോടി രൂപ എന്നാണ് വെച്ചത്. 100 കോടി അന്നത്തെ കാലം, ഇത് 10, 25, 30 വർഷം മുമ്പാണല്ലോ. അത് വലിയ സംഖ്യയാണ്. ഇന്നിപ്പോൾ ഒരു 1000 കോടിയല്ല, 100 കോടിക്ക് ഇപ്പോൾ ഇതൊരു 3000 കോടിയിൽ വരും. അപ്പോൾ അതൊരു ചെയ്തില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൊച്ചാക്ക് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ പറയും. പക്ഷേ കോൺഗ്രസ് പോരായും ചൂണ്ടിക്കാണിക്കും. അങ്ങനെ അതിസങ്കീർണമായി കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് KPC പ്രസിഡന്റ് ആര് വേണം? ഞങ്ങളൊരു കാര്യം പറഞ്ഞു, വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായം കോൺഗ്രസ്സിൽ നല്ല ശതമാനം കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസ് ആയിരുന്നു. ഒരു പരിധി ഇപ്പോഴും ആണ്, കുറച്ചെറിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ സമുദായത്തിൽ നിന്ന് KPC പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഈ മൂന്നിൽ ഏതിലെങ്കിലും ആളെ വയ്ക്കണം. ഞാൻ മുസ്ലിമാണ്, പക്ഷേ ഈ സാഹചര്യം മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ അത് ക്ഷീണം പറ്റും. ആ ക്രിസ്ത്യൻ സമുദായത്തെ വോട്ട് പിടിക്കുമ്പോൾ ഇവിടെ BJP CPM കിടന്ന് കളിക്കുന്ന കളി എന്താ കളി കളിക്കുക? അത് ചെയ്യലേ. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഇപ്പോൾ 6 പേര് ഡൽഹി ചെന്ന് കിടക്കുകയാണ് KPC പ്രസിഡന്റായി പോരാൻ. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന് അവിടെ ഡൽഹിയിൽ വലിയ സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, നല്ലത് തന്നെ. അപ്പം 3 പോസ്റ്റ് ഉള്ളതിൽ ഏതാണ്? KPC പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി. ഈ 3-ൽ ഏതെങ്കിലും പോസ്റ്റ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനോടനുബന്ധിച്ച് തന്നെ ഈ 40% വരുന്ന മുസ്ലിം സമുദായം ഉണ്ടല്ലോ, കോൺഗ്രസ് ധരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. കോൺഗ്രസ് ധരിക്കുന്നത് മുസ്ലിം ലീഗ് കയ്യിലുണ്ടെങ്കിൽ എല്ലാം ആയതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് മുസ്ലിം ലീഗിനോട് യാതൊരു പിണക്കോല വൈരാഗ്യങ്ങളൊന്നുമില്ല. മുസ്ലിം ലീഗ് ഒരു ന്യൂനപക്ഷ പാർട്ടി ഒക്കെ നടക്കട്ടെ, പക്ഷേ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി, രണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ മുസ്ലിം ലീഗിനോട് നമുക്ക് എതിർപ്പാ, മുസ്ലിം എന്ന് വാക്ക് മാറ്റി രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഒരു കോമൺ നെയിമും സമുദായത്തിൽ മുസ്ലിം വെച്ചോ, അതൊരു കുഴപ്പമില്ലേ? ഇത് സമുദായത്തിൽ സമസ്ത കേരള ജമാഅത്ത് ഉലമ എന്നൊക്കെ അല്ലാതെ മുസ്ലിം എന്ന് പറയുന്നില്ല. പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വരേണ്ടത് അവിടെ മുസ്ലിം എന്ന് വരുന്നു. എന്താലോചിച്ച് ജമാഅത്തുൽ ഉലമ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമികമായിട്ട് ബന്ധമില്ലെന്നല്ല പറയാം. എങ്കിൽ നേരിട്ടോട് മുസ്ലിം എന്ന് വാക്ക് വരുന്നില്ല. വേറെ ഒരു സംഘടനക്കും മുസ്ലിം എന്ന് വാക്ക് നേരിട്ട് വരുന്നില്ല. അപ്പോൾ മുസ്ലിം ജമാഅത്ത് വരുന്നില്ല. അതേസമയത്ത് പാർട്ടിക്ക് അവർ ഇട്ടിരിക്കുന്ന ആ മുസ്ലിം ആ പേര് മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കോൺഗ്രസ് മുസ്ലിം ലീഗ് മോനെ കൊണ്ട് എല്ലാം നടക്കുമെങ്കിൽ പാലക്കാട് പോലും കാസർഗോഡ് വരെയും 10-66 സീറ്റില്ലേ? 150 സീറ്റിൽ 66 സീറ്റുണ്ട്. അല്ലെങ്കിൽ എത്ര സീറ്റ് കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്? അവിടെ എല്ലാം മുസ്ലിങ്ങളിലുള്ളത്, ഭൂരിപക്ഷം മുസ്ലിങ്ങൾ സ്ഥലങ്ങളാണ്. അപ്പോൾ ലീഗിനെ കൊണ്ട് മാത്രം രക്ഷപ്പെടുമെങ്കിൽ അവിടെ ജയിച്ചു പോരണ്ടല്ലേ? എന്താ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ ഇത് അന്ധമായിട്ട് ലീഗിൻ്റെ പിന്നെ കെയർ ഓഫിൽ നിങ്ങൾ ആളാകുന്ന നോക്കണോ? അത് നടക്കില്ലെന്ന്. കാരണം വോട്ട് അവിടെ ഇല്ല. വോട്ട് കിടക്കുന്ന 4 മുസ്ലിങ്ങൾ വോട്ടാണ് ലീഗ് അനുഭാവികളുള്ളത്, മെമ്പർഷിപ്പിൽ അനുഭാവികൾ. ബാക്കി 3 ഭാഗം പുറത്ത് കിടക്കാണ്. അവർ നിങ്ങൾ കയ്യിലെടുക്കാതെ ഈ പണ്ട് തങ്ങളുടെ പേര് പറഞ്ഞ് കുഞ്ഞാക്കയുടെയും പേര് പറഞ്ഞ് അടൂർ പ്രകാശൻ എടുക്കും പോലെ അടൂർ പ്രകാശനെ ഇപ്പോൾ KPC പ്രസിഡന്റ് ആക്കണം എന്നുള്ള ലിസ്റ്റിലുണ്ട്. അദ്ദേഹം മിടുക്കാനും കുഴപ്പമില്ല. അത് എവിടെ മിടുക്കാത്? അദ്ദേഹത്തെ ജയിക്കേണ്ട സാഹചര്യം വന്നാൽ ഏത് കമ്മ്യൂണിസ്റ്റ് മുന്നണി ചെന്നും കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നും അദ്ദേഹം രക്ഷപ്പെടും, കോടികൾ മുടക്കി രക്ഷപ്പെടും, ജയിക്കും. പാർട്ടി നോക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 2011 ഇലക്ഷൻ കഴിഞ്ഞു, ഉമ്മൻചാണ്ടി മന്ത്രിസഭ എന്തായിരുന്നു പോരായിക? ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഓർഡറിന് എന്തായിരുന്നു പോരായിക? പക്ഷെ 2011 പോയിട്ട് 16 എന്ത് ഭരണം പോയി? അപ്പോൾ ഉമ്മൻചാണ്ടി വിചാരിച്ചെന്നറിയുമോ, ഇനി കോൺഗ്രസ് ഭൂരിപക്ഷം കണ്ട് ഭരിച്ചാൽ സുധീരനോ അല്ലെങ്കിൽ
രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. ഉമ്മൻചാണ്ടി ഈ സരിത കേസിൽ കോടതി കയറി ഇറക്കണം. ഞാൻ വീണ്ടും പറയുന്നു, കോൺഗ്രസ് നേതാക്കളെ, കരുണാകരനെ പോലും വെല്ലുന്ന ബുദ്ധിയുള്ള തന്ത്രമുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി സഹിക്കുമോ? അപ്പോൾ ഉമ്മൻചാണ്ടിയും ഈ അടൂർ പ്രകാശും പിന്നെ ട്രിവാൻഡ്രത്തെ ശിവകുമാർ 3 പേരും കൂടി കടും വെട്ടി 800 നിയമം ഉണ്ടാക്കി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അങ്ങനെയല്ലേ ഭരണം കളഞ്ഞത്? അപ്പോൾ അടൂർ പ്രകാശം അല്ലേ അവർക്ക് കിട്ടില്ല, ശിവകുമാറിന് കിട്ടില്ല, എന്നാണ് പോട്ടേന്ന് വെച്ചു. ഉമ്മൻചാണ്ടി കൂടെ നിന്നവർ കള്ളത്തിന് കാണിച്ചില്ലേ? അങ്ങനെ കളഞ്ഞല്ലേ മാർക്സിസ്റ്റ് പാർട്ടികൾ കൊണ്ടുപോയി കൊടുത്തത്? അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി വരുമോ കേരളത്തിൽ? ഒരാൾ വലിയ സാധ്യതയുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്നെ കാലുവാരി വഞ്ചിച്ചു വാസ്തവ കോൺഗ്രസിനെയും യു ഡി എഫിനെയും. ഈ 3 നേതാക്കൾ, അതിൽ ഒരു നേതാവ് മരിച്ചു. ഈ 3 നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വഞ്ചിച്ചു എന്ന് പറയാം. അവരുടെ കാര്യം സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ ആളെയാണ് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് ആക്കാൻ പോകും. ഇനി അടൂർ പ്രകാശ് ആക്കിയെന്ന് വിചാരിക്കുക. അടൂർ പ്രകാശിൻ്റെ സമുദായം ഈഴവ സമുദായമാണ്. അയാൾ നായരില്ലാന്ന് അറിയാലോ, ഈഴവനാണെന്ന് എൻ്റെ അറിവ്. ഈഴവ സമുദായം 20% ഈഴവ സമുദായത്തിൽ 25 ഇപ്പോൾ 22 മറ്റേ ഉള്ളൂ. ഉള്ളതിൽ ഒരു 70-80% LDF അനുഭാവികളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബാക്കി 20%, 10% ബി ജെ പിയും 10% കോൺഗ്രസ്. അപ്പോൾ 10% വോട്ടാണ് കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ളത്. ആ 10% ആളെ നിർത്തി കെ പി സി പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ നോക്കും? അതോടൊക്കെയാണ് സുധാകരൻ പറ്റാതെ പോയത്. പ്രായം മാത്രമല്ല, ഈ കാരണമുണ്ട്. എന്നാൽ 25%, 70% കമ്മ്യൂണിസ്റ്റുകാരെ ഈഴവരെ എങ്ങനെയെങ്കിലും അതിൻ്റെ പിന്നെ തന്ത്രം ഉപയോഗിച്ച് കോൺഗ്രസ് യു ഡി എഫിൽ അനുകൂലമാക്കിയെടുക്കാൻ ഈ പറഞ്ഞ പ്രകാശ് ശ്രമിച്ചോ? സുധാകരൻ ശ്രമിച്ചാലേ വരുമോ? അതാണ്. പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് 10% ആകെ കേരളത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് വാസ്തവത്തിൽ കൺവെർട്ട് ക്രിസ്ത്യാനിയാണ്. ഉള്ളോട്ട് പുറത്ത് വെറുതെ ജയിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാണ്. കേസൊക്കെ കിടക്കാണ് ഇപ്പോഴും. സഭയുടെ നോമിനാണ്, യാതൊരു സംശയമില്ല. അതുപോലെ മറ്റേ പെണ്ണില്ല, ആ പെണ്ണ് ഡൽഹിയിൽ നിന്ന് ഇറക്കി കൊണ്ടത് ഇന്ദിരാഗാന്ധി ഓഫീസിൽ കെട്ടി ഇറക്കിയതാണ്. അത് സഭയ്ക്ക് വേണ്ടിയാണ്, സഭയുടെ ആളായിട്ടാണ്. അതിപ്പോൾ തോറ്റുപോയില്ലോ. ആ സുരേഷ് 10% സുരേഷ്, കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി പ്രസിഡന്റ് ലിസ്റ്റിലുണ്ട്. ആലോചിച്ച് നോക്കണം. അതേ സ്ഥാനത്ത് ടി യു ബാവയ്ക്ക് ശേഷം 50 വർഷമായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് കെ പി സി പ്രസിഡന്റ് ലിസ്റ്റിൽ പോലും എത്തറില്ല. അവർക്ക് അസൻ വന്നില്ല. ഇന്ന് അസൻ എങ്ങനെ വന്നു? അസൻ എങ്ങനെ വന്ന കോൺഗ്രസ്സുകാരാ? അസൻ വന്നത് സ്ഥാനം വന്നപ്പോൾ ടെമ്പററി ആയിട്ട് 24 മണിക്കൂർ നിശ്ചയിക്കണം. അസൻ്റെ കാലത്ത് ടെമ്പററി നിൽക്കാൻ വേണ്ടി 1 മാസം പിടിച്ചു. അങ്ങനെ ഈ മണ്ടൻ അസനെ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ജാഥ അയച്ചു. ആ ജാഥ നയിച്ച് തൃശ്ശൂർ അതിന് മധ്യഭാഗത്ത് വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടിയും രമേശും കൂടി അയാളെ മാറ്റാൻ വേണ്ടി ഡൽഹിക്ക് പറന്നോ? ആ ജാഥ ഒരാഴ്ച കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞിട്ട് പോകാൻ നിങ്ങൾ നോക്കിയില്ലോ. അപ്പോൾ അസൻ അൺഫിറ്റാണ്. അസൻ അൺഫിറ്റാണ്. അപ്പോൾ വേറൊരു അസനെ കൊണ്ടുവരണം, കഴിവുള്ള അസനെ കൊണ്ടുവരണം. ഈ 40% ജനങ്ങളുള്ള ഏതാണ്ട് 1.25 കോടി ജനങ്ങളുള്ളടത്ത് നിങ്ങൾക്ക് 1.5 കോടി ജനങ്ങളുള്ളടത്ത് നിങ്ങൾക്ക് ഒരാൾ കിട്ടൂലേ? ഇല്ല. ഇപ്പോൾ ലിസ്റ്റ് ഒരു പാതമില്ല. ഈ 6 പേരിൽ ആ ലിസ്റ്റിലൊന്നുമില്ല. ആരോ പറഞ്ഞു ഷാഫിയും പിന്നെ സിദ്ദീഖിനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഏതോ ചാനൽ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞപ്പോൾ അതൊന്നും കാണുന്നില്ല. പക്ഷേ പേരേ ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ കേരളത്തിൽ ഇനി യു ഡി എഫ് അധികാരത്തിൽ കയറാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴേ വോട്ട് കിടക്കുന്ന എവിടെയാണ്? ഞാൻ പറഞ്ഞു ഈ കന്നിനെ കയം കാണിക്കുന്നത്. കന്ന് ഞാൻ ഈ പിന്നെ പശുവിൻ്റെ പശുവിലെ കാളയുടെ കിടാക്കൾ, കൂറ്റുന്ന കിടാക്കൾ, അതിന് കയം എന്ന് പറഞ്ഞാൽ തോട്ട് അല്ലെങ്കിൽ കുളത്തിലെ ആഴ്വെള്ളത്തില, അത് കാണിച്ചാൽ അവിടുന്ന് പോരുമില്ല. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും വോട്ട് കിടക്കുന്ന എവിടെ നിന്ന് മനസ്സിലാകുന്നില്ല കോൺഗ്രസ് യു ഡി എഫിന്. കോൺഗ്രസ് ഇപ്പോഴും യു ഡി എഫ് തങ്ങൾ കൂടെയുണ്ട്, പിന്നെ കുഞ്ഞാലിക്കുണ്ട്, അത് മതി എന്ന് വെച്ചാൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത്. കാര്യസഹിതം പറഞ്ഞത്. ഇത് മനഃശാസ്ത്രമാണ്, ഇത് ഫിലോസഫിയാണ്, ശാസ്ത്രമാണ്. ഇതിൽ തെറ്റാൻ സാധ്യമില്ല. 25% 4 പേരല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായി? കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ആ മേഖലയിൽ 66 സീറ്റുള്ളതിൽ കോൺഗ്രസ് എത്ര ജയിച്ചു? അപ്പോൾ മുസ്ലിം ലീഗ് ശക്തിയിലായിരുന്നു, അവിടെ ജയിക്കണ്ടല്ലേ? ഞാൻ മുസ്ലിം കൊച്ചായി കാണുന്നല്ല. മുസ്ലിം ലീഗ് ധരിക്കുന്ന പോലെ അല്ല കേരള രാഷ്ട്രീയം പോകുന്നത്. യു ഡി എഫിൽ കോൺഗ്രസ് നേതാക്കൾ ധരിക്കുന്ന പോലെ കേരള രാഷ്ട്രീയം പോകുന്നത്. നിങ്ങൾ പണ്ട് പല അഭ്യാസം കാണിച്ച് നിങ്ങൾ പലതും നേടിയിട്ടുണ്ട്. ഞാൻ മുതൽ പല സംസ്ഥാനം 30% ഒരു ഇല്ലാത്ത ക്രിസ്ത്യൻ സമുദായത്തിൽ പല സീറ്റും ജയിച്ചു പോയിട്ടുണ്ട്. അതിൽ നമുക്ക് കുറ്റം വന്നില്ല. ഇപ്പോൾ കാലം മാറി.
ഇപ്പം ജനങ്ങൾ ബോധവാനായി, അല്ലെങ്കിൽ ഞങ്ങൾ ബോധവാനാക്കി എന്നുള്ളതാണ്. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് വേറെ ഒരു തെറ്റും പറഞ്ഞില്ല. വിശക്കുന്നതിന് ഭക്ഷണമെന്ന് പറയുന്നില്ല, വേറൊന്നും പറഞ്ഞില്ല. ഏത് ഭക്ഷണമെന്ന് പറഞ്ഞില്ല, എന്തായാലും മതി. അതുപോലെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് തിരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലകളിൽ ആനുപാതികമായിട്ട് കിട്ടണം, സംവരണം കിട്ടണം. അത് പറ്റുന്നുണ്ട്. ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാൻ കാരണം കോൺഗ്രസിന് വീഴ്ച വരാൻ ഇപ്പോൾ ചെറിയ സൂചന കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ 288 സീറ്റിൽ റീ ഇലക്ഷനൊക്കെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ സുപ്രീം കോടതി പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു സംഭാഷണം നടത്താൻ. ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ച് രാജീവ് കുമാർ അകത്താകും എന്നൊക്കെ പറയുന്നു. അദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറി ഇലക്ഷൻ സംബന്ധിച്ച്. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. അതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ 8-ാം തീയതി, അടുത്ത മാസം 8-ാം തീയതി ഡൽഹിയിൽ അറിയാലോ. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ വന്ന് 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ എന്ത് അംഗീകാരം കൊടുക്കുന്നത്? വോട്ട് കിട്ടണ്ടേ? ഇപ്പം കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മധ്യപ്രദേശിൽ പല പല മുസ്ലിം പള്ളികളും മുസ്ലിം സ്ഥാപനങ്ങളും ബുൾഡോസറും തകർത്തുകളാണ്. ഈ രാഹുൽ ഗാന്ധി ഇവിടെ പോയി, പ്രിയങ്ക അവിടെ പോയി, ഒരു വാർത്തയും കേൾക്കുന്നില്ല. അവിടെ ഒരു അമ്പലത്തിൻ്റെ കോറിഡോർ ഇടനാഴി പണിയാൻ വേണ്ടി, അത് 8 വർഷം മുമ്പായിട്ട്, 8 വർഷം ശേഷം പണിയാൻ വേണ്ടി അവിടെ അന്ന് കുംഭമേള നടത്താൻ വേണ്ടി മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ പള്ളികൾ എത്ര തകർത്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിയുടെ പ്രതിപക്ഷമാണല്ലോ. നിങ്ങൾ ശബ്ദിക്കുന്നുണ്ടോ? കോൺഗ്രസ് വേണ്ടുന്നുണ്ടോ? കമാന്തരക്ഷം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക പറയുന്നുണ്ടോ? നിങ്ങൾക്ക് വോട്ട് വേണമല്ലോ. നിങ്ങൾ വയനാട്ടിൽ വന്ന് 4 ലക്ഷങ്ങൾ വോട്ട് വാങ്ങി നിങ്ങൾ ജയിച്ച് അന്തസ്സായിട്ട് പാർലമെന്റിൽ ഇരിക്കുന്നില്ലേ? നിങ്ങൾ നീതി നടപ്പാക്കിയതല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ബാധിക്കണമെന്നേ. നിങ്ങൾ നീതി നടപ്പാക്കണം. അതേ നമ്മൾ പറയുന്നുള്ളൂ. മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഞങ്ങൾ പറയില്ല. പക്ഷെ എല്ലാവർക്കും നീതി വേണം, തുല്യ നീതി വേണം. അത് നിങ്ങൾ വേണ്ടുന്നുണ്ടോ? രാഹുൽ ഗാന്ധി വായ തുറന്നോ? രാജീവ് ഗാന്ധി പ്രിയങ്ക വായ തുറന്നോ? നിങ്ങൾ പോയോ? പത്രക്കാർ കൊടുക്കൂല. കാരണം ഇവിടെ പത്രമാധ്യമങ്ങളെല്ലാം സംഘപരിവാർ അല്ലെങ്കിൽ ഭരണകക്ഷി സ്വാധീനിച്ചിരിക്കണം. ഇന്നിപ്പോൾ പുതിയ ഇതല്ലോ, ഭരണകക്ഷിയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ഒന്നും വിമർശിക്കുകയോ പോസ്റ്റാൻ പാടില്ല. ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റൊക്കെ വിമർശിക്കുക കാര്യകാര്യം അന്യായമായിട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ പറ്റാണ്. തെറ്റ് കണ്ടാൽ പോലും ചൂണ്ടിക്കാണിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയി നമ്മുടെ ജനാധിപത്യം അറിയാമല്ലോ. ഇതാണ് അവസ്ഥയെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുക. ഇവിടെ ശക്തമായ അടിയൊഴുക്കുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അത് കാസ എന്നുകൊണ്ട് വെറുതെ കൊച്ചു സംഘടന. ഈ പോപ്പുലർ ഫണ്ടുകാർ കഴുത്തിൽ കൊച്ചിലെത്തി കൊച്ചു കൊണ്ട് ചില മോശം ഇതാക്കി വിളിച്ചോലതല്ല. അവർ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ്. അവർ വിദ്യാസമ്പന്നരാണ്. അവർ ഉപദേശിക്കുന്ന ലോക ബുദ്ധിമാന്മാരുണ്ട്. വളരെ കണ്ണിയാണ് ഒരു പോക്ക്. അത് ഈ മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടല്ലോ. പോലീസുകാർ മുഴുവൻ മണ്ടന്മാരാണോ? അല്ലല്ലോ, ബുദ്ധിയുള്ളവരുണ്ടല്ലോ. അവർ മുഖ്യമന്ത്രിക്ക് ബുദ്ധിയില്ല, ചിലപ്പോൾ മണ്ടന്മാർ അയക്കാം, പോലീസിലും ബുദ്ധിയിലയക്കാം. പക്ഷെ ബുദ്ധിയുള്ളവരുണ്ടല്ലോ. അല്ലേ പറഞ്ഞോ? മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ടോ ഈ കാശയുടെ പോക്ക് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്? അപ്പോൾ അവരും ധരിക്കുന്നത് അടുത്ത പ്രാവശ്യം അവർ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ശരീരം ഉറങ്ങിക്കുമ്പോഴും നമ്മളെ ഹൃദയം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. നമ്മൾ വാടകയ്ക്കെടുത്ത വീട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും വാടക കൊടുത്തോണ്ടിരിക്കണം. പലിശക്കെടുത്ത സംഖ്യക്ക് പലിശ കൊടുത്തോണ്ടിരിക്കണം. അതുപോലെ ആ കാശയൊക്കെ ഇപ്പം പ്രാർത്ഥിക്കുന്ന അവരുടെ ഹൃദയം മിടിക്കുന്നത് LDF അധികാരത്തിൽ കയറ്റാണ്, അല്ല BJP അധികാരത്തിൽ കയറ്റാനല്ല ഇത്തവണ. അപ്പോൾ പിന്നെ അവർക്ക് നല്ലതല്ലേ? പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത്, സൈഡ് എഫക്റ്റ്, പാർശ്വഫലം എന്താണ്? നമ്മൾ സഹിച്ചു പോകും. ഇതേ കേട്ടമായി സംഘപരിവാർ വരും, BJP വരും. അതാണ് അവർ കണക്ക് കൂട്ടൽ. പ്ലാനിങ് എല്ലാം ശരിയാകണമെന്നില്ല. ഇതൊന്നും കണക്കാക്കാതെ പിന്നീട് VD സതീശൻ ജിയും രമേശ് ജിയും മുഖ്യമന്ത്രിയാകാനുള്ള കളിയാണ്. കുതികാൽ വെട്ടുക. എന്താടോ ഇതൊക്കെ എങ്ങനെ കാണിക്കുന്നത്? ഇതൊക്കെ രാജ്യദ്രോഹം എന്ന് പറയാൻ പറ്റില്ല. അതിനെ രാജ്യസ്നേഹം എന്ന് പറയാൻ പറ്റുമോ? പാവപ്പെട്ട കുറേ കോൺഗ്രസ് അനുഭവങ്ങളുണ്ട്, പല ജാതിക്കാരുണ്ട്. അവരൊന്നും അത് കഥ അറിയാതെ ആട്ടം കണ്ടുപിടിക്കുക. അത് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ ദൈവമാണ്. അതാണ് നിങ്ങളുടെ മനസ്സാക്ഷി. നിങ്ങളുടെ മനസ്സ്
മനസ്സ് വായിക്കുന്ന ഗ്രൂപ്പ് കേരളത്തിൽ ശക്തമായിട്ട് മനസ്സിലാക്കും. നിങ്ങളുടെ മനസ്സ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് പെരുമാറ്റം ഉദ്ദേശം കൊണ്ടാണ്. മോഡേൺ സൈക്കോളജിയുടെ പെരുമാറ്റം ഉദ്ദേശം. ഞാനിപ്പോൾ കൈക്ക് കാണിച്ചാൽ അതിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ കാണിക്കില്ല. അതുപോലെ നിങ്ങളുടെ ഓരോ ചലനവും, നിങ്ങളുടെ മാത്രമല്ല എല്ലാ മനുഷ്യരും ഓരോ ചലനവും മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധിരാക്ഷസന്മാരും മനഃശാസ്ത്രം അറിയുന്നവർ, നിങ്ങൾക്ക് മനസ്സ് ശരിക്കും വായിക്കുന്നത് കുറച്ച് പേരെങ്കിലും കേരളത്തിലുണ്ടെന്ന് ഓർമ്മ വേണം. സുധാകരനോടും പിന്നെ രമേശിനോടും പറയണം. നിങ്ങൾക്ക് മുഖ്യമന്ത്രി അർഹതനാണ്, മുഖ്യമന്ത്രി നിങ്ങൾ പ്രധാനമന്ത്രി ആകുമ്പോൾ അർഹതനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് ഭൂരിപക്ഷം സീറ്റ് കിട്ടണ്ടേ? പ്രധാനമന്ത്രി ആണെങ്കിൽ 772 സീറ്റ്, ഇവിടെ മുഖ്യമന്ത്രി ആണെങ്കിൽ 71 സീറ്റ്. ഇത് കിട്ടാൻ നിങ്ങൾ എന്ത് സംവിധാനം ഉണ്ടാക്കും നോക്കൂ. പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നാണ്. കളിച്ചാൽ കളിയോടെ ചെന്ന് ഇനി സമയമുണ്ട്. ആകെ എത്ര ദിവസമുണ്ട്? ഒരു വർഷം, മനസ്സിലാ വർഷം, അതിപ്പോൾ തീരുന്നത്. അതിനുവേണ്ടി പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരണം. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ആകാനല്ല. ഇപ്പം നിങ്ങൾ ചെയ്യല് എങ്ങനെ UDF അധികാരത്ത് വരുത്താം, അധികാരം നിലനിർത്താമെന്നല്ല, അധികാരത്ത് വരുത്താം. എങ്ങനെയാണ് LDF അധികാരത്തിൽ നിർത്തി BJP വളർത്താം എന്ന് ചിന്തിക്കുന്ന ശക്തമായൊരു ഗ്രൂപ്പുള്ള ഒന്നിലേക്ക് ഗ്രൂപ്പുള്ളപ്പോൾ അവർക്കെതിരെ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ കാലുവാരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ ശ്രമിക്കല്ല, ഭൂരിപക്ഷം വാങ്ങിക്കാൻ നോക്കണം. ഭൂരിപക്ഷം കിട്ടിയിട്ടേ എന്നിട്ട് മുഖ്യമന്ത്രി ആകാം. നിങ്ങൾ മുഖ്യമന്ത്രി അപ്പോൾ രമേശോ അല്ലെങ്കിൽ സതീശനോ മുഖ്യമന്ത്രി ആയാലും കേരളത്തിൽ ഒരു ദൂഷ്യമില്ല, നിങ്ങൾക്കും ദൂഷ്യമില്ല. ഇനിയും കാലം കിടക്കല്ലേ. എത്ര 2-3 ടൈമെങ്കിലും കിട്ടുമല്ലോ. ഇനി ഒരു 5 ടൈമെങ്കിലും കിട്ടാൻ 2 കൂട്ടർക്കും അപ്പോഴായാലോ. അപ്പം ഇപ്പം എന്താ കരിക്കാട്ടി കളയുക എന്ന് പറയും. കരിക്കാട്ടി കഴിഞ്ഞാൽ എണ്ണ കിട്ടുമോ? തേങ്ങ ആട്ടിയാലേ എണ്ണ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് കരിക്കാട്ടി കളയുന്ന പണിയാണ്. അത് മനഃശാസ്ത്രം പറയുന്ന ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയാനുള്ള പറയുന്നത് ആരോട് പ്രത്യേകം വെറുപ്പോ വൈരാഗ്യം ഒന്നുമില്ല. സതീഷ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, രമേശ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നമുക്കൊന്നും ഒരു തടസ്സമില്ല. ഒരു KPC പ്രസിഡന്റ് കാര്യം നമ്മൾ സൂചിച്ചു. പക്ഷേ ഇപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു മുസ്ലിം കൊണ്ടുവന്ന് KPC പ്രസിഡന്റ് ആക്കാൻ നമ്മൾ പറയുന്നില്ല. കാരണം അതിൻ്റെ വില UDF ക്ഷീണം പറ്റിയാലോ. അതുകൊണ്ട് ഇത്രയൊക്കെ ക്ഷമിച്ചാലേക്ക് 50 വർഷം കഴിഞ്ഞ് ഒരു 5 വർഷം കാത്തിരിക്കാൻ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി KPC പ്രസിഡന്റ് ആക്കുന്നതാണ് ഉചിതമെന്നാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ പറയുന്നത്. ഞങ്ങളുടെ കമ്പ്യൂട്ടറുകളിലെ ബുദ്ധിമാന്മാരുടെ കമ്പ്യൂട്ടർ, മണ്ടന്മാരുടെ അല്ല. അവർ പറയുന്നത് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ മുസ്ലിമാക്കാൻ എന്താ പറയാത്തത്. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ വിദേശ ശക്തികൾ കളിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ കൊണ്ടുവന്ന് KPC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തി ഭരണം പോകാനുള്ള സാധ്യത ഉണ്ടാക്കുക ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങളുടെ ഗ്രൂപ്പ്, അന്ന് ഞങ്ങൾ പറഞ്ഞു ആക്കണം, ഇപ്പോൾ ആക്കട്ടെ പറഞ്ഞു. കാരണം ഗ്രൂപ്പ് പറയുന്നത് അവർ മനഃശാസ്ത്രജ്ഞരാണ്, ചിന്തകന്മാരാണ്, സയൻറ്റിസ്റ്റുകളാണ്, അവർ പറയാണ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം പറയാം, ഇതെല്ലാം ഡൽഹിയിൽ എത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത് ലോകം മുഴുവൻ പോകുന്നതാണ്. അടുത്ത KPC പ്രസിഡന്റ് ഈ അടൂർ പ്രകാശൊക്കെ വയ്ക്കുന്നതിന് മുമ്പായിട്ട് പകരമായിട്ട് നിങ്ങൾ ഈ തവണയെങ്കിലും കേരളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട ആളൊന്നും കോൺഗ്രസ് ഉണ്ടാവില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ട കോൺഗ്രസ് അതാ കൂടി പറയുന്നത് നിർഗുണം എന്താണ്, അങ്ങനെ നരസിംഹാവും എല്ലാവരും ഇഷ്ടപ്പെട്ടത് നിർഗുണമായിരുന്നു. അതല്ല, എന്നാൽ പൊതുവെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെ ആരോടും നമ്മൾ പറയുന്നില്ല, ഏത് സഭക്കാരെന്നും പറയുന്നില്ല, ആക്കുന്നതാണ് ഉചിതമെന്നാണ് ഞങ്ങൾ ആദ്യം അവസാനമായിട്ട് പറയുന്നത്. ബാക്കി പ്രതിപക്ഷ നേതാവ് ഉണ്ട്, ഒക്കെ ഉണ്ട്, KPC മാറി. ഇപ്പം നിയുക്ത മുഖ്യമന്ത്രി, അതിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് കാണിക്കാൻ പറ്റിയ സമയം അല്ല. അതുകൊണ്ടാണ് നമ്മൾ അത് പറയാത്തത്. അല്ലെങ്കിൽ അത് മതിയായിരുന്നു, അതെങ്കിൽ ആയാലും മതി. 3 പറ്റുമോ? കൊടുക്കൽ നോക്കുന്നത് ദളിതാണ്, കൺവെർട്ട് ക്രിസ്ത്യനായിട്ട് ബന്ധമാണ്, അതൊക്കെ കുഴപ്പമില്ല. എത്രയോ അവസരങ്ങൾ കിട്ടി, എത്രയോ അവസരങ്ങൾ. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഉടനെ എല്ലാം ചിന്തിക്കുന്നത് MP ആണെങ്കിലും MLA ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ചെന്നിത്തലാണ് കൊടിക്കുൽ സുരേഷിനെ കുറിച്ചാണ്. എന്താണ് കൊടിക്കുൽ സുരേഷിന് ഇത്ര മതചിന്ത വരാൻ കാരണം? പ്രവർത്തനത്തിൽ ആള് മിടുക്കൊന്നുമില്ല, പാർട്ടിക്ക് വലിയ ഗുണമുണ്ടായെങ്കിലും അത് ദൂഷമായിട്ടുള്ളൂ. പിന്നെ എന്താ പറയുന്നത്, അവിടെയാണ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ നോമിനിയാണത്, അല്ലെങ്കിൽ സഭയുടെ നോമിനിയാണ്. സഭയുടെ നോമിനിയാവും പല സ്ഥലത്തും സപ്പോർട്ട് വരും. അതൊന്നും ഭരണം പിടിച്ചെടുക്കാമെന്ന് ചോദിക്കണ്ട.
ഫലം കിട്ടാൻ സാധ്യതയില്ല. ഈ ഞാൻ പരസ്യമായിട്ട് പറയാം, എനിക്ക് അദ്ദേഹം സിമ്പതിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം പാർട്ടി വലുത്, നാളെ വലുത്, അതിനുവേണ്ടി വാദിക്കുക. ഇവിടെ വെള്ളനാട് പതിലോ അദ്ദേഹത്തിന് ഏക അയോഗ്യം എന്നറിയോ, അയാൾ വലിയ പണക്കാരാന്നുള്ളത്. എന്തോ വലിയ കോടീശ്വരം തന്നെ അറിയോ, എനിക്കറിയില്ല. അതാണ് അയോഗ്യം. വേറെ അയോഗ്യം ഞാൻ കാണുന്നില്ല. പ്രസംഗിക്കാനൊക്കെ സംസാരിക്കാനൊക്കെ കഴിവുണ്ട്, പക്ഷെ ആൾക്കില്ലെന്ന് തോന്നുന്നു. എൻ്റെ ബെന്നി ബെഹനാൻ സാറ് ആളൊന്നും കുഴപ്പമില്ല, ക്ലിയറായി എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. പക്ഷേ ആൾ നല്ല നീണ്ടു വന്ന് പി സി ചാക്കോൻ്റെ അച്ഛനെ പോലെ സ്റ്റീഫനെ പോലെയൊക്കെ പി സി തോമസ് അച്ഛനെ പോലെയൊക്കെ എടുക്കാതെ ഒക്കെ നിന്നാലും ഉണ്ടാക്കുകയാണ്. പക്ഷെ എന്നാൽ പുള്ളി അത്ര അലിഞ്ഞ് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ശാന്തി, ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങനെയുള്ള ഇതല്ല. അത് കുറച്ച് ശാന്തമായിട്ട് ഒതുക്കിപ്പോൾ കൊടുത്ത് അതൊന്നും പോരാ. ഉമ്മൻചാണ്ടി ഇപ്പോൾ 24 മണിക്കൂർ വർക്കെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, അതിന് പറ്റിയ ആളല്ല വേണ്ടി വരും. പിന്നെ കെ മുരളീധരൻ്റെ കാര്യം കെ മുരളീധരൻ്റെ ഓക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ, കാരണം പ്രതിപക്ഷ നേതാവ് നായർ, ഇത് നായർ, മറ്റും നായർ, എല്ലാം നായരോ, പിന്നെ നായർ മാത്രം മതിയോ? അതുകൊണ്ട് അതാണ് ഇപ്പോൾ അവർക്ക് സങ്കടമോ. ഒന്നിലധികം നായന്മാരെ വഹിക്കാൻ പറ്റില്ല, ഞങ്ങളെല്ലാം നായന്മാരായി പോയി നേതാക്കൾ എന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഞമ്മല്ല 100ഓളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ പിന്നെ അസംബ്ലിയിൽ മത്സരിക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ. അവരെല്ലാം ഒന്നിനും മെച്ചമാണ്, ഒരു കുഴപ്പമില്ല, കാര്യമൊന്നുമില്ല. എല്ലാവർക്കും 100 കൊടുക്കാൻ പറ്റുമോ? അവിടെയാണ് വിഷയം വരുന്നത്. ജനസംഖ്യക്ക് ആനുപാതികമായിക്കണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ആ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് മാന്യമായ അംഗീകാരം കൊടുക്കണം. അത് സ്റ്റേറ്റിലും കൊടുക്കണം, കേന്ദ്രത്തിലും കൊടുക്കണം. അവിടെ നിങ്ങൾ എന്തെങ്കിലും ലജ്ജ വിചാരിച്ചാൽ, നാണക്കേട് വിചാരിച്ചാൽ, അല്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ചാൽ, സ്ത്രീകളുടെ സൗന്ദര്യം ഇരിക്കുന്നല്ലോ വെളുപ്പിൽ മാത്രമല്ല, അവളുടെ കുലീനത്വത്തിലാണ്, അവളുടെ ലജ്ജയിലാണ്. യുവതിയൊക്കെ ആണെങ്കിൽ ലജ്ജാവതി എന്നല്ലേ, അതാണ് അവളുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റം കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തെ, അല്ലെങ്കിൽ 40% വരുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നിങ്ങൾ ഉച്ചരിക്കാനും പേര് പറയാനും കൂടെ നിർത്താനും ലജ്ജ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കഷ്ടം, നിങ്ങളുടെ നാശത്തിൻ്റെ ആരംഭമാണ്. ഇത് കാര്യം പറഞ്ഞുകൊണ്ട്